അത് ഹലോ കൂട്ടുകാരെ, ഇപ്പൊ നമ്മള് പൊന്നാങ്കണ്ണി ചീര നുള്ളാൻ വന്നേക്കാട്ടാ. അപ്പൊ ഇത് നോക്കാം. ഇങ്ങനെ നുള്ളെടുക്കാട്ടാ. ഇത് കണ്ടോ? ഹലോ കൂട്ടുകാര്, ഈ ചീര ഉണ്ടാക്കണ ഇത് മുളകിന്റെ ഉള്ളിലാണ്ട് ചെറുചീരയാണ്. അപ്പൊ നമ്മള് മുറിക്കാൻ പോവാട്ടാ. ഹലോ കൂട്ടുകാരെ, ഇതാട്ട വേലിച്ചീര. ഇത് നുള്ളേണ്ട വിധം ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് കണ്ട, അതുപോലെ ഇത് നിറച്ചും ഇതിലുണ്ടായി നിൽക്കണ്ട് കേട്ടാ. ഇങ്ങനെ ഉണ്ടായി നിൽക്കണ്ട്. അപ്പൊ അത് നമ്മൾ നുള്ളാൻ പറ്റാത്ത നുള്ളെടുക്കാം. ഇതേ കണ്ട, നല്ലോണം ഒരു പ്രാവശ്യം നുള്ളി കൊടുത്തിട്ട് വീണുണ്ടായി. നമുക്ക് ഇത്രത്തോളം വേലിച്ചീര കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുരിങ്ങയാട്ടാ. നമ്മൾ മിക്സഡ് തോരനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ച് കൂമ്പ് മുരിങ്ങയുടെ ഇല കൂടെ പൊട്ടിക്കാം. മുരിങ്ങയുടെ ഗുണങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രത്തോളം ഗുണങ്ങളാണ് മുരിങ്ങയ്ക്കുള്ളത്. അപ്പൊ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കാം. ഇതിന്റെ കായയും തൊലിയും പൂവും ഇലയും തണ്ടൊക്കെ മെഡിക്കലാണ്. അത്രത്തോളം ഗുണങ്ങളാണ് ഈ മുരിങ്ങയ്ക്കുള്ളത്. ഇപ്പൊ ഇതാണ് കോവലത്തിന്റെ ഇല. ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ടായി. അത് കാണാത്തവർ കാണണം. അപ്പൊ ഷുഗർ പേഷ്യൻസിനും ഡയബറ്റീസിനും ഒക്കെ നല്ലതാണ് ഈ കോവലത്തിന്റെ ഇത്. അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാട്ടോ. കോവളത്തിന്റെ ഇല കുറച്ച് നമ്മൾ എടുക്കണ്ട കേട്ടാ. ഇതിന് കിളിന്ത ഇലകളാണ് നമ്മളിപ്പോ എടുക്കണത്. നമ്മുടെ പറമ്പുകളിലൊക്കെ കായ ഉണ്ടാവാത്തത് എന്തായാലും കളയരുത്. അതിന്റെ ഇലയൊക്കെ നല്ല ഔഷധ ഗുണം ഉള്ളതാണ്. ഇപ്പൊ കുറച്ച് മുളക് ഉണ്ടായി നിൽക്കണ്ട, അതും നമുക്ക് പൊട്ടിക്കാട്ടാ.